ഗിരീഷ് ഷേഡി മാൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രം എങ്ങനെ പറ്റുന്നു ഇങ്ങനത്തെ കിടിലൻ സ്ക്രിപ്റ്റുകൾ ചെയ്യാൻ? ഇവിടെ ഓരോരുത്തർ ഫാമിലി ഓഡിയൻസിനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാനുള്ള കുറേ മൂവീസൊക്കെ എടുത്ത് ചിലപ്പോൾ അത് ആവറേജ്, ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഈ പടം ഉണ്ടല്ലോ, ഇറ്റ്സ് എ ജെം, ഇറ്റ്സ് എ പ്യുവർ ജെം. സത്യം പറയാനല്ല, കിടിലം മൂവി. എന്ത് രസമായിട്ടാണ് സിനിമ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു എന്താ പറയാ, ഒരു മനസ്സിലേക്ക് അലിച്ച് അങ്ങ് ഐസ് പോലെ അങ്ങ് അലിച്ച് കളഞ്ഞ്. നിവിൻ നിവിൻ പോളി എൻ്റെ മോനെ, പൊളി, ഒരു രക്ഷയില്ല. എന്ത് രസമായിട്ട് ആ ക്യാരക്ടർ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. നിവിൻ പോളിയും പിന്നെ മമിത ബൈജുവിനെ എനിക്ക് സത്യം പറയാലോ, എനിക്ക് ക്രഷ് അടിച്ച്. എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് ക്രഷ് അടിച്ച് ഈ സിനിമ കണ്ടിട്ട്. കാരണം അത്ര വലിയ മറ്റേ ഗ്ലാമറസ് റോളോ അല്ലെങ്കിൽ മറ്റേ മോഡേൺ റോളോ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ എന്തോ അത് ഒരു എന്ത് രസമായിട്ടാണ്, എന്ത് ക്യൂട്ടസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയാ, ഒരു ഇതാണ്, എന്താ പറയാ, എന്താ അതിനെ പറയാ, ഒരു ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ. അതെനിക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഈ കിടന്ന് വാക്കിൽ കിടന്ന് പതറണത്. അത്രയും രസമായിട്ട് ഒരു നിഷ്കളങ്കമായിട്ടുള്ള അത്രയും കിടിലൻ ക്യാരക്ടർ. നിവിൻ പോളിയൊക്കെ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ പാട്ടുകളാണെങ്കിൽ പാട്ടുകൾ തുടക്കം മുതൽ ഇന്റർവെൽ ആകുമ്പോഴേ നമ്മൾ സിനിമ ഇങ്ങനെ ആലോചിക്കും. നമ്മൾ ചോദിക്കും സെക്കൻഡ് ഹാഫ് ഒക്കെ ചിലപ്പോൾ എന്താ പറയാ, എന്തോ പോലെ ഭയങ്കര ഒരു ഇതായിരിക്കും, ഇനി അങ്ങോട്ട് സീരിയസ് ആയിരിക്കും. എൻ്റെ മോനെ തുടക്കം തൊട്ട് അവസാനം വരെ കോമഡി കോമഡി എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. മത്സരിച്ച് കോമഡിയാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ ആര് ജയിക്കും എന്നുള്ള രീതിക്കാണ് അവരിന്ന് കോമഡി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അമ്മാതിരി ഐറ്റം. എൻ്റെ പൊന്നു, നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ കുറേ നാൾക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ടായിരുന്നു, കണ്ടു. ഇഷ്ടംപോലെ സിനിമകൾ നമ്മളെ സാറ്റിസ്ഫൈ. പക്ഷേ എന്തോ കുറച്ച് നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പടം കണ്ടിട്ട് അത്ര സാറ്റിസ്ഫൈ ആയിട്ട്, അത്രയും രസമായിട്ട് നമ്മളിങ്ങനെ ആ മനസ്സിൽ നിന്ന് പോവാതെ ആ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ രീതിക്ക് ആ സിനിമ കണ്ടിറങ്ങി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതൊരു വമ്പൻ ബ്രഹ്മാണ്ഡ പടമൊന്നുമല്ല. ഒരു ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഒറ്റ ലൈനിൽ പറഞ്ഞാൽ എനിക്ക് അതാണ് ഇഷ്ടം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. ഒന്നും പറയണ്ട. നിങ്ങൾ ബുക്ക് മൈ ഷോ എടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അങ്ങ് പോയി കാണുക, ഓണം അടിച്ച് പൊളിക്കുക. അങ്ങനത്തെ ഒരു സിനിമ. കോമഡിക്ക് കോമഡി, ചെറിയ ചെറിയ റൊമാൻസ് ഒക്കെ എൻ്റെ പൊന്നോ, ക്യൂട്ട് ക്യൂട്ട്, ഒരു രക്ഷയില്ല. നല്ല രസമുള്ള റൊമാൻസ്. ഭയങ്കര രസമായിട്ട് നിവിൻ പോളി ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. സർവ്വമായിൽ നമ്മൾ കണ്ടതാണ് നിവിൻ പോളിയുടെ ആ ഒരു കംബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പുള്ളി എടുത്ത പടമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ പ്രേമലു, ഗിരീഷ് ഷെഡിയുടെ പടം പോലെ തന്നെയാണ്. പ്രേമലു കണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കും, അതുപോലെ ഈ സിനിമ കണ്ടിരിക്കുക. അതേപോലെ റിപ്പീറ്റ് വാച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. റിപ്പീറ്റ് വാല്യൂ നല്ല രീതിക്കുള്ള ഒരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇനിയും പോയി കാണും സിനിമ. ഞാൻ ഇനിയും പോയി കാണും. അങ്ങനത്തെ ഒരു പടം ഉറപ്പായിട്ട് ഞാൻ പോയി കാണും. കാരണം അതെനിക്കിങ്ങനെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ സീൻസും, ചില ചില സീൻസൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അങ്ങ് പതിഞ്ഞിരിക്കുക. ഒരു ഫെദർ ടച്ച് പോലെയൊക്കെ ഇങ്ങനെ അങ്ങൊരു എന്താ പറയാ, നമ്മളിങ്ങനെ തൊട്ട് തലോടി അങ്ങനെ പോകുന്നൊരു മൂവിയാ. ഒരു ശരിക്കും ഒരു ഇതിനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ മാസ് ബരികോടുള്ള സാധനത്തിനല്ല. ഇതിനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് സംഭവം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇതിനെയും പറയാം. ഇതിനെയാണ് പറയേണ്ടത്. ആ രീതിക്ക് എടുത്തൊരു പടം. നിങ്ങൾ മിസ്സാക്കാ സിനിമ പോയി കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെടും. ഇത് ഞാൻ എൻ്റെ അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോയി കാണ് സിനിമ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അമ്മാതിരി ഒരു പടം. പിന്നെ ഗിരീഷ് ഷേഡിക്ക് മാത്രം എങ്ങനെ പറ്റുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ചെയ്തെടുത്ത് ചെയ്യാൻ വേണ്ടി? എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫാമിലി പടങ്ങളൊക്കെ ഓരോരുത്തർ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. പുള്ളിക്കാരൻ സിമ്പിളായിട്ട് മറ്റേ എന്താ പറയുക, പൂ പറിക്കണ ലാഘവത്തോടെ ഒരു കിടിലൻ പടവും കടിച്ചത്. അതൊരു കിണ്ണം കാച്ചിയ പടം. അമ്മാതിരി നൈസ് പടം. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങൾ ഓണം അടിച്ച് പൊളിക്കുക. ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ.